ക്ലാസ്സിലെ ഇൻ ദി സെർച്ച് ഓഫ് എർത്ത് സീക്രറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലുള്ള ലെയേഴ്സ്. അപ്പം നമ്മുടെ മുട്ടയോളം അല്ലേ നമുക്ക് നമ്മുടെ ഭൂമിയെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാലോ? അപ്പോൾ ഇതിൽ പുഴുങ്ങിയ മുട്ട, അതായത് ബോയിൽഡ് എഗ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ പുഴുങ്ങിയ മുട്ട ഫാൻസ് ഉള്ളവരെല്ലാവരും നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്, തോടോടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ തോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ അല്ല ഒരു ഓറഞ്ച് കളറിലാണ് കാണുന്നത്. അപ്പം ഈ ഒരു തോടിന് നിങ്ങൾക്കറിയാം ഭയങ്കര കട്ടി കുറവാണ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ അത്ര കട്ടിയില്ലാത്ത ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മളുടെ ക്രസ്റ്റ് എന്ന് പറയാം, ഭൂവൽക്കം എന്ന് പറയും. ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ഇതാകെ ഒരു 40 കിലോമീറ്റർ മാത്രമേ എന്തുള്ളൂ? തിക്നെസ് ഉള്ളൂ. 40 കിലോമീറ്റർ മാത്രം തിക്നെസ് ഉള്ള ഒരു ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഇത് തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു വൻകരയുണ്ട്, അതേപോലെ തന്നെ നമുക്ക് സമുദ്രഭാഗങ്ങളൊക്കെ കാണുന്ന ഭാഗമുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള എന്ന് പറയുമ്പോൾ കുറച്ചൊരു നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, കുറച്ചൊരു കട്ടിയുണ്ട് അല്ലേ? കുറച്ച് കട്ടിയുള്ള രണ്ടാമത്തെ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? മാൻറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ അപ്പർ മാൻറ്റിലും ഉണ്ട് ലോവർ മാൻറ്റിലും ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് നമ്മുടെ കോർ അല്ലേ, മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഭൂമിയുടെ കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോറിൽ തന്നെ ഈ പുറമേയുള്ള ഭാഗത്തിന് നമുക്ക് ഔട്ടർ കോർ എന്നും, ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പാതി ബോയിൽഡ് ആയിട്ടുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു ഉരുകിയ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ലിക്വിഡ് പോലെ കാണാം. അതിന് നമുക്ക് ഇന്നർ കോർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടേനെ പോലെ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പാളി. നമ്മുടെ ഭൂമിയുടെ ഒന്നാമത്തെ പാളിയാണ് നമ്മുടെ മുട്ടയുടെ തോട്. ഇനി ആ തോട് നമ്മൾ പൊളിച്ചു കളഞ്ഞു, കുറച്ച് തിക്നെസ്സേ ഉള്ളൂ, 40 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ നമുക്ക് ആരെ കാണാം? നമ്മുടെ മുട്ടയുടെ വെള്ള. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻറ്റിൽ എന്ന് പറയുന്നത്, മാൻറ്റിൽ. ഓക്കെ, ഇനി അതും നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടും? കോർ കിട്ടും, കോർ. ഇതിൽ തന്നെ ഈ ഔട്ടർ ഭാഗത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ഔട്ടർ കോർ എന്നും, ഈ ഉള്ളിലുള്ള നടുവിലുള്ള ഭാഗത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ഇന്നർ കോർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ആ 3 ലെയേഴ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ക്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭൂവൽക്കം, രണ്ടാമത്തേതാ നമ്മുടെ മാൻറ്റിൽ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ നമ്മുടെ കോർ. ഇങ്ങനെ 3 ലെയേഴ്സാണ്. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ഔട്ടർ മോസ്റ്റ് നമ്മളുടെ ഈ ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ വളരെ തിക്നെസ് കുറവായിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മാൻറ്റിൽ കാണാം. പിന്നെ നമുക്ക് എന്താണ് ഉള്ളിലായിട്ട് കാമ്പ് അല്ലെങ്കിൽ നമ്മുടെ കോറുണ്ട്, അതിലൊരു പുറക്കാമ്പും ഉണ്ട്, then ഒരു അകക്കാമ്പും ഉണ്ട്. ഇതാണ് നമ്മുടെ ആ 3 ലെയേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി തിന്നാണ്. നമ്മുടെ മുട്ടത്തോടിനെ ആലോചിച്ചാൽ മതി, വളരെ തിക്നെസ് കുറഞ്ഞ ആളല്ലേ. ആൻഡ് ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്, ഏറ്റവും പുറമേയുള്ള ഒരു കവറിങ് ആണ്. ഇതിൽ തന്നെ എന്താണ്? 2 ഭാഗങ്ങളുണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യനിക് ക്രസ്റ്റും. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വൻകരയുള്ള ഭാഗം. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വൻകരയുള്ള ഭാഗം, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. പുറമേ ഉള്ളതിൽ തന്നെ വൻകരയുള്ള, നമ്മളൊക്കെ നിൽക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഭാഗം കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഓഷ്യനിക് ക്രസ്റ്റും ഉണ്ട്, അതായത് നമ്മുടെ സമുദ്രം കാണുന്ന ഭാഗമാണ് ഓഷ്യനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് കുറച്ച് മിനറൽസിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ആലോചിക്കുക? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സിയാലും ഉണ്ട്, സിമയും ഉണ്ട്. അതായത് സിലിക്കയും അലൂമിനിയമാണ് നമ്മുടെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ നമുക്ക് കൂടുതൽ കാണുന്നത്. സിലിക്കയും അതേപോലെ തന്നെ മെഗ്നീഷ്യവുമാണ് നമുക്ക് എവിടെ കാണുന്നത്? നമ്മളുടെ ഓഷ്യനിക് ക്രസ്റ്റിൽ കാണുന്നത്. അപ്പോൾ അതെ, സിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലിക്ക പ്ലസ് അലൂമിനാണ്. സിമ എന്ന് പറഞ്ഞാൽ സിലിക്ക പ്ലസ് നമ്മുടെ മെഗ്നീഷ്യമാണ്. ഇത് എവിടെയാണ് കാണാം? നമ്മുടെ ഓഷ്യനിക് ക്രസ്റ്റിലാണ്. ഇത്ര മാത്രമേ എന്തിനെക്കുറിച്ച് പറയാനുള്ളൂ? നമ്മുടെ ക്രസ്റ്റിനെ കുറിച്ച്. പിന്നെ വരുന്നതാണ് നമ്മളുടെ ആ രണ്ടാമത്തെ ലെയർ, അതായത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ലെയറാണ് നമ്മളുടെ മാൻറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടത്തോടിനാണോ മുട്ടയുടെ വെള്ളയ്ക്കാണോ കട്ടി കൂടുതലെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? മുട്ടയുടെ വെള്ളയ്ക്കാണോ? മുട്ടയുടെ വെള്ളമല്ലേ നല്ല കട്ടിയുള്ളത്, അതല്ലേ നമ്മൾ കഴിക്കുക എന്നൊക്കെ നിങ്ങൾ പറയും അല്ലേ? അതേപോലെ തന്നെ ഇതാണ് കട്ടി കൂടുതൽ. എത്രയാണ്? 2900 കിലോമീറ്റർ. അതായത് ഇത് ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു 40 കിലോമീറ്റർ തിക്നെസ് കഴിഞ്ഞാൽ പിന്നെ 2900 കിലോമീറ്ററോളം തിക്നെസ് വരികയാണ് ആര്? നമ്മുടെ മാൻറ്റിൽ എന്ന് പറയുന്ന ആ മിഡിൽ പീസിന്.
ഓക്കെ. ആൻഡ് മാൻഡിൽ നമുക്ക് അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ തന്നെ അപ്പർ മാൻഡിൽ എന്താണ്, നമ്മളുടെ സിലിക്കൺ കോമ്പൗണ്ട്സ് കൂടുതലായി കാണാം. ആൻഡ് ലോവർ മാൻഡിൽ എന്താണ്, നമ്മുടെ അപ്പർ മാൻഡിലിന് താഴെയാണ് ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അർദ്ധഖരാവസ്ഥയിലാണ് അവിടെ എന്ത് കാണുന്നത്, അർദ്ധദ്രാവകാവസ്ഥയിലാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഏറ്റവും ഉള്ളിലുള്ള നമ്മുടെ ലെയറാണ് കോർ. അല്ലെ, നമ്മൾ പറയില്ല കോറായിട്ടുള്ള സാധനം കിട്ടുന്നത് നമ്മുടെ മുട്ടയുടെ മഞ്ഞ. അതിൽ ആ പുറം ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും, പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ എന്ന് വിളിക്കും. ഉള്ളിലുള്ളതിനെ നമ്മൾ ഇന്നർ കോർ എന്ന് വിളിക്കും. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു 2900 കിലോമീറ്ററോളം മാൻഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് എത്രയുണ്ട്, ഒരു 6371 കിലോമീറ്റർ വരെ ഇതാണ് നമ്മളുടെ ഔട്ടർ കോറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോട്ടൽ കോറാണ്. അതിൽ തന്നെ നമുക്ക് ഔട്ടറും ഉണ്ട് ഇന്നറും ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ലെയേഴ്സിൻ്റെ തിക്നെസ് പറയുകയാണെങ്കിൽ വെറും 40 കിലോമീറ്റർ മാത്രം തിക്നെസ് ഉള്ള നമ്മളുടെ ക്രസ്റ്റ്. അതിനുശേഷം ഒരു 2900 കിലോമീറ്ററോളം വരുന്ന നമ്മുടെ മാൻഡിൽ. അതിനുശേഷം ഒരു 6000 അല്ലേ, ഇവിടുന്ന് മുതൽ ഇത് 2900 ആണെങ്കിൽ ഒരു 6371 ആണെന്നാണ് മിസ്സിൻ്റെ ഓർമ്മ, 6371 കിലോമീറ്ററോളം വരുന്ന കോറ്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മളുടെ എർത്തിൻ്റെ ലെയേഴ്സ് വരുന്നത്. റെഡിയല്ലേ? ഓക്കെ. ഇതിൽ തന്നെ നമ്മൾ ഇന്നർ കോർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷറുള്ള ഭാഗമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലുള്ള സാധനത്തിനാണ് പ്രഷർ കൂടുതൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങളെല്ലാം എന്താണ്, ഒരു ഉരുകിയ അവസ്ഥയിലാണുള്ളത്. അതിൽ തന്നെ നമ്മളുടെ ഇന്നർ കോറിൽ നമുക്ക് എന്ത് കാണാം, നിഫി എന്ന് പറഞ്ഞാൽ നിക്കലും അയോണും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, നമ്മുടെ ഇന്നർ കോറിൽ കാണുന്നുണ്ട്. ഇത്ര മാത്രമേ നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാനുള്ളൂ. ഇവിടെ ഒന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻസും വരുന്നതാണ്. ഈ ഒരു ടോപ്പിക് എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയി യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇതേപോലത്തെ എന്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും പറയാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം നമുക്ക് തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം നമ്മൾ തകർക്കുന്നതായിരിക്കും.